ഹലോ, ആ മിഥുൻ ചന്താണ്. മീൻ ചന്ത അല്ല, മിഥുൻ ചന്ത്. ഞാനേ സൈക്കോ ബാഹുലേന്റെ കല്യാണത്തിന് വന്നത്. അയ്യോ, അങ്ങനെ വലിയ സൈക്കോ ഒന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കുസൃതികൾ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അവന്റെ തലയിൽ കിടക്കുന്ന പേനെടുത്ത് കഷണ്ടി തലയുള്ള ഒരാളുടെ തലയിലിടുക, എന്നിട്ട് പേൻ ആ കഷണ്ടി തലയിൽ ഗ്രിപ്പ് കിട്ടാതെ തെന്നി തെന്നി കളിക്കുന്നുണ്ട് രസിക്കുക. പിന്നെ കാഴ്ചാങ്കുളാവിൽ ചെന്ന് ഉറങ്ങി കിടക്കുന്ന സിംഹത്തിന്റെ താടിയും മുടിയും ട്രിമ്മർ വെച്ച് വടിക്കുക, എന്നിട്ട് കണ്ണാടി ഇട്ട് സിംഹത്തെ കാണിച്ച് അവന്റെ ചമ്മിപ്പിക്കുക. എന്നിട്ട് ഈ താടിയും മുടി ഇല്ലാത്ത സിംഹം കാട് ഭരിക്കണ്ടെന്നും പറഞ്ഞ് കൊടിയും പിടിച്ച് കാഴ്ചാങ്കുളാവിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക. പിന്നെ മൈലാഞ്ചിയാന്നും പറഞ്ഞ് കഞ്ചാവ് അരച്ച് നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ കയ്യിൽ മൊത്തം ഇടുക. കുഞ്ഞങ്ങ് രസിക്കുക. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുസൃതികൾ അത്രേ ഉള്ളു. കല്യാണം കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താവോ എന്തോ. അയ്യോ, നീ എന്താ ഇവിടെ? അല്ല, കല്യാണമല്ലേ? ആരാ കല്യാണം? എന്നാരും വിളിച്ചില്ലല്ലോ. നിന്റെ കല്യാണം അല്ലടാ. അത് പറ. ചുമ്മാ അല്ല വെളിയിലൊത്ത ആള് എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്. ഇതെന്തുവാടാ? നിന്റെ തലയിൽ കിടന്ന പേനിനെ എടുത്ത് എന്റെ തലയിലിട്ടു. അതെന്തിന്? ഈ പ്രതലം മാറുമ്പോ പേന് താളം കിട്ടത്തില്ല. ഭയങ്കര രസാത്. ആണല്ലേ? എടാ പൊട്ട, പേൻ തലയിൽ കിടന്ന കടിക്കത്തില്ലയോടാ? പക്ഷെ ഞാൻ ചൊറിയത്തില്ല. അപ്പൊ ഞാൻ യൂട്യൂബിൽ കയറി കോമഡി വീഡിയോ കാണും. എന്നിട്ട് അതിനടി കയറിയിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലടാ, പോയി വല്ല ജോലി നോക്കടാ, തെണ്ടി പട്ടി അലവലാതി പറഞ്ഞ് ചൊറിയുന്ന കമന്റ് ഇടും. അപ്പൊ എന്റെ കടി മാറും. നല്ല കാര്യമാണ് കുഞ്ഞ് ചെയ്യുന്ന എല്ലാം നല്ല കാര്യമാണ്. ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലോടാ ചെയ്തു പോകുന്നത്. എന്റെ അടുത്ത ലക്ഷ്യം ഇവൻ. ഈ കോഴിയോ? ഇതിനെന്തോ ചെയ്യാൻ പോന്നു? എവന്റെ തൂവലൂരി എവന്റെ ചെവി തന്നിട്ട് കറക്കും. എടാ, സാധാരണ ഇതിന്റെ തൂവലൂരി നമ്മുടെ ചെവിയിട്ട് കറക്കുമ്പോഴേ ഒരു സുഖം. ആ സുഖം എന്താന്ന് ഇവന് പറയണം. ഇവൻ സുഖച്ചുള്ളങ്കാലി പെരുത്ത് നിൽക്കുന്നത് എനിക്ക് കാണണം. എടാ ചുമ്മാ നല്ലടാ, നിന്നെ നാട്ടുകാർ മൊത്തം സൈക്കോ സൈക്കോ എന്ന് വിളിക്കുന്നത്. നാട്ടുകാരെ വിളിക്കും, പക്ഷെ നീ വിളിക്കൂടാ. ഞാൻ വിളിക്കും സൈക്കോ. നീ വിളിക്കൂടാ, നീ വിളിക്കും. എന്റെ അച്ഛൻ ഇല്ലാത്തത് ഭാഗ്യം. എന്തുവാ? എന്റെ അച്ഛൻ ഇല്ലാത്തത് ഭാഗ്യം. എന്റെ ദൈവമേ, തന്തയില്ലായ്മ ഭാഗ്യമായിട്ട് കൊണ്ടടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കിഴങ്ങ. നിന്റെ അച്ഛനാടാ കിഴങ്ങ. എന്റെ അച്ഛന് മാത്രം പറയരുത്. എന്റെ അച്ഛന് പറയരുത്. ഞാൻ അച്ഛനില്ലാതെ വളർന്നൊരു കൊച്ചാണ്. ഞാൻ അച്ഛനില്ലാത്തൊരു കുട്ടിയാണെന്ന്. നീയോ നാറി വീട്ടിലിരിക്കുന്നതിന്റെ തള്ളയെ കൂടെ നാറ്റാണ്. അതല്ലാതെ കൊച്ചിനായപ്പോ എന്റെ അച്ഛൻ മരിച്ചുപോയെന്നാണ് പറഞ്ഞത്. എടാ, ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും പറയരുത് കേട്ടോ. നീ പണ്ട് എന്റെ വീട്ടിൽ എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്ന് ഓരോ കോപ്രായങ്ങൾ കാട്ടിയിട്ടാണ് എന്റെ മാമൻ പിണങ്ങിപ്പോയത്. ഞാൻ കോപ്രായം കാണിച്ചോണ്ടൊന്നുമല്ല. നിന്റെ മാമന് സദ്യക്ക് ഇല ഇട്ട് ആ ഇലയുടെ അറ്റത്ത് അല്പം കാക്ക കാഷ്ടം ഇരുന്നും പറഞ്ഞ അയാൾ പിണങ്ങിപ്പോയത്. എടാ, നിനക്കെങ്കിൽ ആ ഇല കഴുകി തുടച്ചാൻ കൊടുത്തുകൂടായിരുന്നോ? തുടയ്ക്കുന്ന കഴിവൊന്നും അല്ല വിഷയം. ആ കറി ഒന്നുകൂടെ വിളമ്പണമെന്ന് ആ കാക്ക കാഷ്ടം തീനി പറയുവാ. എടാ, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുവാ, ഇതെന്തുവാ രക്തസാക്ഷി മണ്ഡപമാണോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. എടാ, കാശ് മുടക്കി നിനക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടൂടായിരുന്നു? ഇതെല്ലാം കാശ് മുടക്കി തന്നെ മേടിച്ചിട്ടേക്കുന്നത്. ലോക പിശുക്കനായ നീ കാശ് മുടക്കാനോ? ആർക്ക് പിശുക്ക്? നിനക്ക് പിശുക്ക്. എനിക്കൊരു പിശുക്കില്ല. നിന്റെ പിശുക്ക് ഈ നാട്ടിൽ മൊത്തം ഫേമസ് അല്ലേ? എടാ, നിന്റെ സ്വന്തം അപ്പൂപ്പന് കിഡ്നി വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ സെക്കൻഡ് ഹാൻഡ് കിഡ്നി ഉണ്ടോന്ന് അറിയാം ഓയിലിക്സി തപ്പിയ നാറിയല്ലോടാ നീ. നിന്റെ ആരും കൂടുതൽ പറയണ്ട. എടാ, അസ്ഥി പഞ്ഞൊരായ നിന്റെ അപ്പൂപ്പൻ ഇരുട്ടത്തിരുന്ന് ബീഡി വലിച്ചോണ്ടിരുന്നപ്പം അതിന്റെ ഫോട്ടോ എടുത്ത് തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞെന്ന് പറഞ്ഞ് ഓയിലിക്സി ഇട്ട് വിൽക്കാൻ നോക്കിയാലോടാ. എന്റെ കാര്യം നിന്റെ കാര്യമല്ലേ പറയുന്നത്? അപ്പൊ എന്റെ കാര്യം പറയാൻ നിൽക്കല്ലേ, മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കാശ് മുടക്കാൻ പറ്റാത്തോണ്ടല്ലേ നീ മുടി പോലും വെട്ടാൻ നടക്കുന്നത്? അയ്യോ അല്ല, ഇത് സിനിമയ്ക്ക് വേണ്ടി വളർത്തുക. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സിനിമയിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ? എന്നെങ്കിലും സിനിമ ചാൻസ് കിട്ടിയ പളനിയെ കൊണ്ട് തലമുട്ടടിക്കാൻ നേർച്ച വളർത്തുക. എന്തൊരു കഷ്ടം. എടാ, ഒരു കലയുമായിട്ട് ബന്ധം പോലും ഇല്ലാത്ത നീ എങ്ങനെയാ സിനിമയിൽ അഭിനയിക്കുന്നത്? എനിക്കോ? അതങ്ങനെ വിടണ്ട. എടാ, ഞാൻ മിമിക്രി ഒക്കെ ചെയ്യും. നീ കണ്ടില്ലേ നമ്മളെ ക്ലബില് ഞാൻ നിന്ന നിപ്പിൽ ഫിഗർ ഷോ ചെയ്തത്? സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ മിന്നി മറിഞ്ഞു പോയത്. നീ ഫിഗർ ഷോ ചെയ്തായിരുന്നോ? ഞാൻ വിചാരിച്ചു നിനക്ക് എത്ര പാന്റ് ഷർട്ട് ഉണ്ടെന്ന് നാട്ടുകാരെ കാണിച്ചായിരിക്കും. സത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് കേട്ടോ. എടാ, ഒരുപാട് തോന്നിയ ദിവസം പറയുന്നത് കേട്ടല്ലോ. എടാ, നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. പെണ്ണിന്റെ അടുത്തൊന്നും ഇങ്ങനെ സംസാരിക്കല്ലോ കേട്ടോ. മാന്യമായിട്ട് സംസാരിക്കണം. എനിക്കറിയാം, എനിക്ക് പെണ്ണുങ്ങൾ സംസാരിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രീതമയ്ക്ക് വേണ്ടി ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ട്. എടാ, ഈ പറങ്ങാണ്ടിക്ക് ഗർഭം വന്ന പോലത്തെ തലയും വെച്ചോണ്ട് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടോ നിനക്ക്? ഒന്ന് നോക്കട്ടെ. സോറി, ഞാൻ സെറ്റ് കളിക്കില്ല. അല്ല, ഇതിനകത്ത കത്ത് നല്ലതാ. ലവ് ലെറ്റർ വെക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. ചരക്ക് കുട്ടി, ചക്കര കുട്ടി, നമുക്ക് കല്യാണത്തിന് ശേഷം തെക്കേമട ഉത്സവത്തിന് പോകണം. അടിപൊളി. ഇങ്ങനെയുള്ള കാര്യത്തിനെ കൊണ്ടുപോകണം. അവിടെ ആന ചെവിയാട്ടി നിൽക്കുമ്പോൾ ആനയുടെ ചെവി ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കണം. അതെന്തിന്? എന്റെ ഭാര്യയുടെ മുന്നിൽ ഞാനല്ലാതെ വേറെ ആരും ഒന്നും ആട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യം. അത് കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവ് വഴി വരുമ്പോൾ അവിടെ കയറി കീരിയേം പാമ്പിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടിക്കണം. അതെന്തിനാണാവോ? എന്റെ ഭാര്യയുടെ മുന്നിൽ ശത്രുക്കൾ പാടില്ല. എല്ലാവരും സ്നേഹത്തോടു കൂടി കഴിയണം. കത്ത് പോറാണെങ്കിലേ ഈ താഴെ വരച്ചിരിക്കുന്ന പടം കൊള്ള ഈ മത്തങ്ങയിൽ കമ്പൂത്തിയ. അയ്യോ, മത്തങ്ങയിൽ കമ്പല്ല, ലൗന തമ്പി കമ്പ്. അപ്പൊ ഇപ്പുറത്തുള്ള ചലന്തി പോലെ ഒപ്പ് തിമിർത്തിട്ടുണ്ട്. കത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തമ്മിൽ നല്ല ജോഡിയാ. എന്ത് ജോഡി? നല്ല ജോഡിയാ. എടാ, ഇതൊന്നും അല്ല ജോഡി. ഞാൻ മെനഞ്ഞാന്നൊരു കല്യാണത്തിന് അമ്പലത്തിൽ
അതാ ജോഡി, ഉഗ്രൻ ജോഡി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ജോഡി ഞാൻ കണ്ടിട്ടില്ല. കാലി ഇട്ട് നോക്കിയപ്പോ കറക്റ്റ് വരുമോ. പിന്നെ ആള് കൂടുതലും എടുത്തോണ്ട് പോകുന്നു. ഇങ്ങനെ ഉണ്ട്, കൊള്ളാം. ആവശ്യമില്ലാത്ത മോചനം. കൊള്ളാമോ ചെരുപ്പ്? എടാ നിന്റെ ഒരു അമ്മൂമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലേടാ? അമ്മൂമ്മ അമ്മമ്മ അകത്ത് റെസ്റ്റ് എടുക്കുന്നു. ഞാൻ റൂമിലൊക്കെ നോക്കിയാൽ എന്നിട്ട് കണ്ടില്ലല്ലോ. മേശക്കകത്തിട്ട് അടച്ച് അമ്മമ്മേ. എന്തൊരു ചതിയാടാ നീ കാണിച്ചു കൂട്ടുന്നൊക്കെ. എടാ പിന്നെ നീ മാത്രമേ കല്യാണത്തിന് വന്നോളാ? ഇല്ല, പെങ്ങള് വരാൻ വേണ്ടി ഇരുന്നേ. അവൾ കോളേജിൽ നിന്ന് ടൂറിന് പോയി. അയ്യോ, എടാ നിനക്ക് വിവരമില്ലടാ. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ രാത്രി അങ്ങനെ ഒറ്റയ്ക്ക് വിടരുത്. അതായത് ഈ പ്രായപൂർത്തിയായ പെണ്ണുങ്ങള് രാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മറ്റേ അന്ത്രുമാൻ വരും. അന്ത്രുമാൻ? അതാര്? അന്ത്രുമാൻ അതാര്? ഇങ്ങനെ കിരീടോ കൊച്ചു. എടാ അത് അന്ത്രുമാനല്ല, അന്ത്രുമാനല്ലേ? തെറ്റിപ്പോയി. എന്താടാ ഒരു രസം. ബോറടിച്ചിരിക്കുമ്പോ എനിക്കൊരു കുന്തളിപ്പ്. നീ വെച്ചോക്ക്. അയ്യോ, നിനക്കും കുന്തളിക്കാം. എനിക്ക് കുന്തളിക്കണ്ട. വയ്ക്കടാ, ഇല്ലെങ്കിൽ ഇത് വെച്ച് കുത്തും. അയ്യോ അയ്യോ, രണ്ടു വട്ടം വെച്ചിട്ടുണ്ട്. എന്തിനാടാ കരയുന്നത്? എന്റെ അച്ഛൻ മരിച്ചു പോയി. എടാ അത് 10-12 വർഷം മുമ്പല്ലേ? അന്ന് ഞാൻ ഗൾഫിലായിരുന്നു, വരാൻ പറ്റിയില്ല. ഒരു രസം. എടാ സ്വിച്ച് എന്തിനാടാ ഒരു ചെവി അറിയുന്നടാ. ചെവി പറയുന്നത് കാല. എടാ നിനക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നല്ലടാ? പറ്റി. മുറിവൊക്കെ ഉണങ്ങിയ? മുറിവല്ല ഉണങ്ങി. എല്ലാവരും അതിനകത്ത് കുത്തി നോവിക്കായിരുന്നു. ഒരു കാര്യം, നീ ഇറങ്ങും. എന്റെ ആദ്യരാത്രി എനിക്ക് ആഘോഷിക്കണം. ആദ്യരാത്രി ആഘോഷിക്കണം. നിന്റെ കല്യാണം നാളെയല്ലേ? അപ്പൊ ആദ്യരാത്രി നാളെയല്ലേ? എന്റെ പേരെന്താ? സൈക്കോ. എന്തിനാ എന്നെ സൈക്കോ എന്ന് വിളിക്കുന്നത്? എടാ ഈ സൈക്കോക്ക് ഇന്നാണ് ആദ്യരാത്രി. സാധാരണ ആൾക്കാർ നാളെ ആഘോഷിക്കും, നാളെ കല്യാണം. ഒറ്റയ്ക്ക് എങ്ങനെയാടാ പൊട്ട ആദ്യരാത്രി ആഘോഷിക്കുന്നത്? ഒറ്റയ്ക്കല്ലല്ലോ. പിന്നെ